Hi, good evening. Very good evening. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? All set? Audibility, Uh, visibility എല്ലാം? yes, I can hear you properly. I can see you also. Okay. Okay, so there we go. Without wasting much time, hello everyone. Great evening and welcome to the 45th episode of Beautiful Minds with me, Kirthi. It's a live chat show with unsung heroes around the world. And today with me, I have got another gorgeous lady for the episode, and this is Geophy Mathews. She is, ഞാൻ വേറെ കുറെ ഇൻട്രോ പറയുന്നതിന് പകരം ഫാഷൻ സ്റ്റേറ്റ് ഫാഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ is equal to Geophy എന്ന് വേണമെങ്കിൽ പറയാം. But still, as it is, it's a procedure for me to introduce my guest here. She is an image consultant. She is a grooming trainer for beauty pageants. She is a style coach. She is the founder of Add-on Image Consulting, etc., etc., etc. Korre കാര്യങ്ങളുണ്ട്. So we are going to watch and listen to Geophy from her. Welcome to my show, Geophy. Thank you so much. I'm so privileged to be in your show. I'm so happy to be here. താങ്ക് യു. ജിയോഫി, എനിക്ക് ഈ പേജ് എങ്ങനെയാ വരുന്നത് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു കസിൻ ചേട്ടൻ റെഫർ ചെയ്ത ഒരു പേജാണ്. ലൈക്ക് നമ്മളിപ്പോ ഇങ്ങനെ ഷോ നടത്തുമ്പോൾ നമുക്ക് കുറച്ച് റെഗുലർ വ്യൂവേഴ്സ് ഇല്ലേ കൂട്ടത്തില്, ഒരു ആള് റെഫർ ചെയ്ത പേജ്, ഞാൻ അങ്ങനെ പേജ് പോയി സെർച്ച് ചെയ്തു. വെൻ ഐ വെൻ ത്രൂ യുവർ പേജ്, ഇറ്റ് വാസ് ലോഡ് ഓഫ് ക്രിയേറ്റിവിറ്റി. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു, കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ എന്താന്ന് എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. So that's where I actually messaged you. But I was so happy that you messaged me or responded to my message very quickly by saying that yeah, I'll be okay, no problem, let's talk. No, സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇത് എന്തൊക്കെ സംഭവം, ഇതിങ്ങനെ ചില്ലറ കാര്യമല്ല, വലിയ വലിയ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. ആൻഡ് ഫോർ മീ ദർ വാസ് എ ന്യൂ വേർഡ് വിച്ച് വാസ് ഇമേജ് കൺസൾട്ടിങ്. കാരണം നമ്മൾ ബിസിനസ് കൺസൾട്ടിങ്, HR കൺസൾട്ടൻസ് എന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് ഐ വാസൻ ഷുവർ അബൌട്ട് ഇമേജ് കൺസൾട്ടിങ്, വേർ യു ആക്ച്വലി ഗേവ് മീ ആൻ ഐഡിയ അബൌട്ട് ദാറ്റ്, വിച്ച് ഐ എം ഷുവർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ഓഡിയൻസ് വുഡ് ലവ് ടു നോ അബൌട്ട് ഇറ്റ്. കാരണം എനിക്ക് തന്നെ ചില മെസ്സേജസ് എന്റെ ഒരു ഫ്രണ്ട്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇതെന്താണ് ഇമേജ് കൺസൾട്ടിങ്. അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, നമുക്ക് ശനിയാഴ്ച കാണാം, അപ്പോഴായിരിക്കും ഇതിനെ കുറിച്ച് പറയാനാവാന്ന് പറഞ്ഞു. ബട്ട് ബിഫോർ വി ഗെറ്റ് ഇൻ ടു ഓൾ ദീസ് തിങ്സ്, ലെറ്റ്സ് quickly go through your story. ആരാണ് ജിയോഫി, എവിടെയാണ്, എന്താണ്? ലെറ്റ്സ് മൂവ് ഓൺ. See, ഞാൻ ഒരു ഹോം മേക്കർ ആണ്. ബേസിക്കലി ഞാനൊരു ഹോം മേക്കർ ആണ്. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ ഫാമിലി തന്നെയാണ്. ഞാനൊരു ഫാഷൻ ഡിസൈൻ ഗ്രാജുവേറ്റ് ആണ്. നിഫ്റ്റ് ചെന്നൈയിലാണ് ഞാൻ പഠിച്ചത്. ദാറ്റ് വാസ് ഇൻ 95 to 98. ആ ഒരു ചെന്നൈ നിഫ്റ്റിന്റെ ഫസ്റ്റ് ബാച്ച് ആണ്. അപ്പോ അങ്ങനെയാണ് എന്റെ തുടക്കം, ഫാഷൻ ഇൻഡസ്ട്രിയിലോട്ടുള്ള ഒരു കാൽവെപ്പ് അവിടെ നിന്നാണ്. ആൻഡ് ലേറ്റർ ഐ വർക്ക് ഇൻ അബുദാബി എയർപോർട്ട്. ഈ ഫാഷൻ ഒക്കെ വിട്ടിട്ട് അബുദാബി എയർപോർട്ട് സർവീസസിൽ വർക്ക് ചെയ്തു. അതൊരു ശരിക്കും എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. എന്റെ ജീവിതത്തിൽ എല്ലാം ഇങ്ങനെ ഹാപ്പൻ ചെയ്യുക ചെയ്തേക്കുന്നത്. ഞാൻ വെറുതെ നിന്നു കൊടുത്താൽ മതി. ഐ ബിലീവ് ഇൻ ദി അൾട്ടിമേറ്റ് പവർ. ഗോഡ് എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് പവറിൽ ഞാൻ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മളുടെ പോലും അറിയത്തില്ല, ദി എൻറ്റയർ വേൾഡ്, ഐ മീൻ ദി യൂണിവേഴ്സ് കോൺസ്പയർ ഫോർ യു എന്ന് പറയുന്ന പോലെയാണ് എന്റെ കാര്യത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് എയർപോർട്ട് ഇൻഡസ്ട്രി അല്ലെ എയർപോർട്ടിലെ ജോബ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബിക്കോസ് മൈ ഫാദർ വാസ് വർക്കിംഗ് അബ്രോഡ്. 30 years he was in അബുദാബി. അപ്പൊ ഡാഡിയെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ എപ്പോഴും എയർപോർട്ടിൽ പോകുമ്പോ ഒരുപാട് പേര്, എനിക്ക് അവിടുത്തെ ആ എയർപോർട്ട് സ്റ്റാഫ് ഭയങ്കര സ്മാർട്ടാണ്, അവർ ഭയങ്കര നീറ്റ്ലി ഡ്രസ്ഡ് ആണ്, ഭയങ്കര വെൽ ഗ്രൂംഡ് ആണ്. അതൊക്കെ എനിക്കൊരു fascination ആയിരുന്നു. But I never knew, I never thought that I would ever end up working in an airport. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് ദാറ്റ് ഞങ്ങൾ അബുദാബിയിൽ ചെന്നു. അമ്മി ഒരു കാഷ്വൽ ടോക്കിനിടയിൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനോട് പറഞ്ഞു, ലൈക്ക് അവൾക്ക് ഒരു നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഷീ ഇമീഡിയറ്റ്ലി ഹങ് ദ ഫോൺ ആൻഡ് ഷീ കോൾസ് ബാക്ക് ആഫ്റ്റർ 10 minutes. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പറയുന്നത്, സോ യു ഓൾ ഓഫ് എ സഡൻ ഗോട്ട് എ കോൾ. അതെ. Okay, so that is how I ended up working at the airport. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് അങ്ങോട്ട് ഇടുക പോലും ചെയ്യാതെ വേണ്ട. അതുപോലെ തന്നെ നിഫ്റ്റ് എൻട്രൻസ് എനിക്ക് കിട്ടിയതാണെങ്കിലും എനിക്കറിയാം ഒത്തിരി പേര് എൻ്റെ കൂടെ പഠിച്ചവര് വർഷങ്ങൾ ട്രൈ ചെയ്തിട്ട് 4-5 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് ചാൻസ്. അങ്ങനെ ഒരു ഭാഗ്യം എപ്പോഴും തുണച്ചിരുന്നു. മേ ബി പ്രേയേഴ്സ്, ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ് ഇൻ. അതായിരിക്കാം അങ്ങനെ. അപ്പൊ അതുപോലെ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിലാണെങ്കിലും ഈ ഗ്രൂമിങ്ങിനും ഇന്റർപേഴ്സണൽ സ്കിൽസിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പം ഐ ആം എ പീപ്പിൾസ് പേഴ്സൺ. എനിക്ക് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും
ഔട്ട് ഓഫ് ദ വേ ഞാൻ ഇപ്പൊ ചെയ്ത എന്റെ ഡ്യൂട്ടിയുടെ ഭാഗം അല്ലെങ്കിൽ പോലും പോയി അങ്ങോട്ട് ചെന്ന് ഹെൽപ്പ് ചെയ്ത് അവരുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അവരെങ്ങനെ പെർപ്ലെക്സ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഞാൻ സ്ട്രേറ്റ് അവേ ചെന്ന് ഹെഡ് ചെയ്ത് എന്താണ് പ്രശ്നം, ഓക്കെ ഇഫ് ദർ ഇസ് എനിത്തിങ് വിച്ച് ഐ കൻ ഡു ഞാൻ അത് ചെയ്യും. അങ്ങനത്തെ ഒരു നേച്ചറാണ് എനിക്ക്. അപ്പൊ ദാറ്റ് ഗിവ്സ് മീ എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഇപ്പോഴും സെയിം തിങ് ആണ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞു 2009 ഐ കെയിം ബാക്ക്. ആൻഡ് അവിടുന്ന് വരുമ്പോ എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരു 9 year ലോങ് ബ്രേക്ക് ആയിരുന്നു എന്റെ കരിയറിൽ വന്നത്. After my airport job, when I came back to India, for 9 years I was at home, just as a mother, and I had one more baby. അതൊരു മോളാണ്, 2 boys and 1 girl എനിക്കുള്ളത്. അവളെയും സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം when I was 40, I thought, എനിക്ക് വട്ട് പിടിക്കുന്ന പോലെ തോന്നി. ഈ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ. ബിക്കോസ് I always knew that എന്റെ കേപ്പബിലിറ്റീസ് ആൻഡ് ടാലന്റ്സ് ഹോം മേക്കിങ്ങിനേക്കാൾ ഉപരി ഈ പറഞ്ഞ പോലെ കുറച്ച് സോഷ്യൽ ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെ കൂടുതലുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഒരുപാട് പേരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഇടപെടാനും അതുപോലെ പുറത്തു പോയ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്നായാലും എന്റെ കസിൻസ് ഒക്കെ ആയാലും വെൻ ദെയർ വെഡിങ്സ് വരുമ്പോഴ് അല്ലെങ്കിൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ, സ്കൂൾ അഡ്മിഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ എന്നെ ഏൽപ്പിക്കുന്നത്. ബിക്കോസ് they know that they very confident in the way I'll handle that. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷനും. അപ്പൊ ഐ ടോൾഡ് മൈ ഹസ്ബൻഡ് ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് വർക്കിംഗ്. എനിക്ക് ഇങ്ങനെ വീട്ടിലിരുന്നോണ്ട് ദി ഓൺലി തിങ് ഐ വാസ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു സെർവന്റ് വരുവോ, അല്ലെങ്കിൽ എന്ത് കുക്ക് ചെയ്യണം, ഉള്ളിയുടെ വില എങ്ങനെയാണ്, ടൊമാറ്റോയുടെ വില എങ്ങനെയാണ്, ഇതൊക്കെയായിരുന്നു ആ സമയത്ത് ദി ഓൺലി തിങ് വിച്ച് ഐ വാസ് ബോതർഡ് അബൌട്ട്. അതെനിക്ക് ദാറ്റ് ഇസ് നോട്ട് മീ എന്നുള്ളത് തോന്നിയപ്പോ ഐ ടോൾഡ് മൈ ഹസ്ബൻഡ് ദാറ്റ് ഐ വാണ്ട് ടു ഗെറ്റ് ബാക്ക് വർക്കിംഗ്. So he was the one who suggested, ഇപ്പൊ ഈ ഒരു ഏജില് ഓക്കെ എന്റെ എക്സ്പീരിയൻസ് ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു പക്ഷേ സിയാലിലൊക്കെ ഒരു ജോലി കിട്ടുമായിരിക്കും. പക്ഷെ ദെൻ അഗെയിൻ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് വരും. നമുക്ക് അങ്ങനെ കുറെ പേരുടെ താഴെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. യു ആർ ആൻസറബിൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. അത് ചിലപ്പം നിനക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസിനെ അത് ബാധിക്കും. അപ്പം വൈ ഡോണ്ട് യു സ്റ്റാർട്ട് സംതിങ് ഓൺ യുവർ ഓൺ, വാട്ട് എവർ യു പാഷനറ്റ് അബൌട്ട് എന്നുള്ള ഇപ്പൊ എനിക്ക് ഒത്തിരി പാഷൻസ് ഉണ്ട്. ഫാഷൻ ഒരു പാഷനാണ്, സ്റ്റൈലിംഗ് ഒരു പാഷനാണ്, മേക്കപ്പ് ആ സമയത്ത് ഒരു വലിയ ക്രേസ് ആയിരുന്നു മേക്കപ്പ്. ദെൻ അങ്ങനെ ഞാൻ റെഡ് കാർപ്പറ്റ് മേക്കപ്പ് അല്ലെങ്കിൽ ഇത് റൺവേ മേക്കപ്പ് ഒക്കെ പഠിക്കാം എന്നൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് പോയി. അപ്പൊ കുറച്ചൊക്കെ അതൊക്കെ പഠിച്ചു. പക്ഷെ അതിനകത്തൊരു കരിയർ ഞാൻ സെറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും പ്രശ്നം ഉണ്ടാവും. ബിക്കോസ് ഓഡ് ടൈമിങ്സിൽ വർക്ക് ചെയ്യേണ്ടി വരും. ആസ് ഐ സെഡ് ഏർലിയർ, ഐ ഗോട്ട് 3 kids, പിന്നെ എന്റെ ഇൻലോസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് എപ്പോഴും എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് വെൻ അടുത്ത സംഭവം ഹാപ്പൻ ചെയ്യുന്നത്. ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞില്ലേ, ഗോഡ് ബ്രിങ്സ് ദ റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം ഇൻ ടു മൈ ലൈഫ് ടു ഗൈഡ് മീ. എന്നെ ആ ഒരു കറക്റ്റ് പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റെപ്പിൽ കൂടെ വാക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പുള്ളിക്കാരൻ ആരെങ്കിലും ആക്കി തരും. അപ്പൊ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, ഞാനപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ബ്രൈഡൽ സ്റ്റൈലിംഗ്. ഈ അഡോൺ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ ഞാൻ ആദ്യം തുടങ്ങിയത് ബ്രൈഡൽ സ്റ്റൈലിംഗ് ആണ്. അതും ഹാപ്പൻ ചെയ്തതാണ് ബിക്കോസ് 2017 one of my nieces got married. അപ്പൊ അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അവര് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന എന്നോടായിരുന്നു. അബൌട്ട് ഹെർ ഔട്ട്ഫിറ്റ്, ഹെർ ജ്വല്ലറി, എവറിത്തിങ്. അപ്പൊ അങ്ങനെ അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തപ്പോഴത്തേക്കിന് ഐ വാസ് കോൺഫിഡന്റ് ഇനഫ് ടു സ്റ്റാർട്ട് സംതിങ് ടു ബ്രൈഡൽ സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കോൺഫിഡൻസ് ആയി. അങ്ങനെ 2017 മാർച്ചിൽ ഐ സ്റ്റാർട്ടഡ് ഓഫ് അഡോൺ, ഒരു ബ്രൈഡൽ സ്റ്റൈലിംഗ് എന്നുള്ള രീതിയിൽ. ദാറ്റ് ഇസ് വെൻ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് കോൾസ് അപ്പ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, പുള്ളിക്കാരത്തി ഷീ റൺസ് ഏവിയേഷൻ സ്കൂൾ ഇൻ കൊച്ചിൻ. അപ്പൊ പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഞാനൊരു ഇമേജ് കൺസൾട്ടന്റിനെ മീറ്റ് ചെയ്തു. അപ്പൊ അവരുമായിട്ടുള്ള ഡിസ്കഷൻസും അവരുമായിട്ടുള്ള ഡിസ്കഷന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് സെൻഡ് ചെയ്തു തന്നു. ആൻഡ് ഷീ ടോൾഡ് മീ ദിസ് വിൽ ബി ദ ആപ്റ്റ്, the most appropriate profession for you, and in Ernakulam you will be the most appropriate person to do this, follow this career എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. This is a word she told me. അപ്പം I also found it very interesting. അങ്ങനെയാണ് ഞാനും ആദ്യമായിട്ട് ഇമേജ് കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു കരിയർ ലൈനിനെ കുറിച്ച് അറിയുന്നത് തന്നെ. I didn't know what it was. അപ്പോ all thanks to her. അപ്പോ അങ്ങനെ ഐ ലേൺഡ് മോർ അബൌട്ട് ഇറ്റ്. ഐ ഡിഡ് സം റിസർച്ച്. ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ICBI ഉണ്ട്, ഒരുപാട് ഇമേജ് കൺസൾട്ടിങ് പഠിപ്പിക്കുന്ന, ഒരുപാട് സർട്ടിഫിക്കേഷൻ ചെയ്തു തരുന്ന ഒത്തിരി
ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ദേ ഓൾ ട്രെയിനേഴ്സ്. എനിക്ക് വൺ ടു വൺ ഇതായിരുന്നു, ഇന്ററാക്ഷൻസ് ആയിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോ അങ്ങനെ വന്നപ്പോൾ ഞാന് നമ്മള് ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ മനസ്സിലായി, ലണ്ടനിൽ ഒരു സ്റ്റൈൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവരുടെ കോഴ്സ് എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അവര് കൂടുതലും ഈ 1-on-1 മേക്ക് ഓവേഴ്സും ഒരാളുടെ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷൻ, നോട്ട് ജസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവരുടെ ഒരു പെർസ്പെക്ടീവ്, മറ്റുള്ളവർക്ക് അവരോടുള്ള ഒരു പെർസ്പെക്ടീവ് ആണല്ലോ ഇമേജ് എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു അതിന് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ലൈക്ക് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇമേജ്. അപ്പം അതിനേക്കാൾ ഉപരി ഒരു പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ് അവര് ചെയ്യാൻ. അപ്പൊ വാർഡ്രോബും സ്റ്റൈലിങ്ങും അതുപോലെ തന്നെ ഒരാളുടെ വ്യൂ പോയിന്റ് എങ്ങനെ നമുക്ക്, അപ്പൊ അങ്ങനെ ഓരോന്നും വ്യൂ പോയിന്റിനെ കുറിച്ച് അവർ അത്രയും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതൊക്കെ എന്റെ ആഡ് ഓൺസ് ആയിരുന്നു ലേറ്റർ ഓൺ, ബിക്കോസ് ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ബ്യൂട്ടി കംസ് ഫ്രം വിതിൻ. നമ്മുടെ ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് യു ആർ ഇൻസൈഡ്. അപ്പം നമ്മളുടെ മൈൻഡ് ഭയങ്കര കലുഷിതമാണെങ്കിൽ എത്ര നമ്മൾ മേക്കപ്പ് ഇട്ടാലും നമുക്ക് വി കാൻറ്റ് ബി എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. ഒന്നാമത് നമ്മൾ കാഴ്ചപ്പാടുകൾ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിരിക്കണം, കുറച്ചുകൂടെ പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അതിന് ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഇറ്റ് ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദി ബിഹോൾഡർ, റൈറ്റ്? അപ്പം നമ്മളുടെ ഒരു പെരുമാറ്റം ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. നമ്മളുടെ ദ വേ വി ബിഹേവ്, ദ വേ വി സീ തിങ്സ്, ഇതൊക്കെ മാറ്റേഴ്സ് ഇൻ ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ഇമേജ്. സോ ആ ഒരു രീതിയിലോട്ട് വന്നത് ഗ്രാജുവലി ആണ്. കൂടുതലും എനിക്ക് വന്ന ക്ലയൻസ് ഒക്കെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിരുന്നു കോയിൻസിഡന്റ്ലി. അപ്പൊ അവരൊക്കെ അറ്റ് എ സർട്ടൻ സ്റ്റേജ് ഓഫ് ദ കരിയർ പ്രോബബ്ലി ദേ വാണ്ട് ടു കുറച്ചുകൂടെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ മാരേജ് ആസ്പിറൻസ് ഉണ്ടല്ലോ, കല്യാണം ആലോചിക്കുന്ന കുട്ടികള്, അവരെ അവരുടെ വീട്ടുകാര് കൊണ്ടുവരും ഇങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മിക്ക ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ കോംപ്ലക്സ് ഉണ്ടാവും. ഈവൻ ഐ ഹാഡ് ഒത്തിരി കോംപ്ലക്സ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഫെയിലിയർ. അപ്പൊ ക്ലയൻസ് എല്ലാം എഞ്ചിനീയറിംഗ് ആയിരുന്നു, അപ്പൊ കല്യാണം ആസ്പിറൻസ് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു എന്റെ അടുത്ത് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അപ്പോ വാട്ട് ഐ ഫൗണ്ട് വാസ്, നമ്മുടെ മലയാളികൾക്ക് ഒരു ചെറിയൊരു സങ്കുചിത മനസ്ഥിതി വരുന്നുണ്ട്. അത് നോട്ട് ബിക്കോസ് അവരുടെ ഒരു കുഴപ്പം എന്ന് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് എ വേ അവർ സൊസൈറ്റി, നമ്മൾ അങ്ങനെയാണ്, വി ബീൻ ബ്രോട്ട് അപ്പ് ദാറ്റ് വേ. ഈവൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 3 മക്കളാണ്. ഇളയാള് മോളാണ്. അവളോട് ഞാൻ പറയും, ചേട്ടന്മാര് ചെയ്യുന്ന പോലെയൊക്കെ നീ ചെയ്താൽ ശരിയാവത്തില്ല, നീ പെൺകുട്ടിയാണ്, നീ കാലടുപ്പിച്ച് വെച്ചിരിക്കണം, നീ അങ്ങനെയുള്ള കാര്യങ്ങൾ. I know that I shouldn't be differentiating between my daughter and my sons. Still പല കാര്യത്തിലും ഞാൻ അങ്ങനെ ഇതൊക്കെ അറിയാമെങ്കിലും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയാണ്, ഡോണ്ട് ആക്ട് ലൈക്ക് ബോയ്സ്, യു ആർ എ ഗേൾ, യു ഹാവ് ടു ബി ഫെമിനിൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വളർന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ പെൺകുട്ടികൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യണം, അടക്കം ഒതുക്കം വേണം, പിന്നെ ഈ സ്റ്റൈലും ഒരുക്കവും ഒന്നും അല്ല. അതൊക്കെ ഈ ഒരുങ്ങി നടക്കുന്നതൊക്കെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത എവിടെയൊക്കെയോ വരുന്നുണ്ട്. ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ ഉള്ളില് നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ സമൂഹമോ ഇട്ട് തരുന്നുണ്ട്. പക്ഷെ ഐ ഫീൽ എനിക്ക് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് ഡ്രസ് ചെയ്ത് നടക്കുക, നല്ല സ്റ്റൈലായിട്ട് നടക്കുക. എനിക്കത് ഐ ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് സേ അബൌട്ട് മീ. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 99% ഒരു പോസിറ്റിവിറ്റിയെ എനിക്ക് അതുകൊണ്ട് കിട്ടിയിട്ടുള്ളൂ, പോസിറ്റീവ് റിയാക്ഷൻസ് എനിക്ക് അതുകൊണ്ട് കിട്ടിയിട്ടുള്ളൂ. ഐ ഗെറ്റ് നോട്ടിസ്ഡ് ഈസിലി വെറെവർ ഐ ഗോ. എനിക്ക് ഓക്കെ ഒരു എവിടുന്നോ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മളുടെ ബിഹേവിയറിലാണ്. സോ ഇമേജ് കൺസൾട്ടിങ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ജസ്റ്റ് ലൈക്ക് വി സേ ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദി ബിഹോൾഡർ എന്ന് പറഞ്ഞ പോലെയാണ് ഇമേജ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്ന ഒരു പോസിറ്റീവ് ഇമേജ് അല്ലെങ്കിൽ ഒരു വിന്നിംഗ് ഇമേജ് എന്ന് പറയുന്നത് you should be able to create a good first impression and you should be able to carry it forward. അത് ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും നമ്മുടെ അപ്പിയറൻസിൽ നിന്നാണ് വരുന്നത്. It is said that it is in the first 7 seconds that an image is created about a person. നമ്മൾ ഒരാളെ കാണുമ്പോൾ 7 seconds. അപ്പൊ 7 seconds എന്ന് പറയുമ്പോൾ നമുക്ക് മിണ്ടാൻ പോലും ഉള്ള അവസരം കിട്ടുന്നില്ല, നമ്മൾ എന്താണ് എന്ന് പോലും.
പറയാനോ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടുന്നതിന് മുമ്പേ തന്നെ an image is formed in the other person's mind about you. അപ്പോ അത് എപ്പോഴും അപ്പിയറൻസിന്റെ ബേസിസിൽ തന്നെ ആയിരിക്കും. പക്ഷെ ആ ഫസ്റ്റ് ഇംപ്രഷൻ, ആ ഒരു ഫോം ചെയ്ത ഇമേജ്, ഇഫ് യു ഹാവ് ടു ക്യാരി ഇറ്റ് ഫോർവേഡ്, അത് ത്രൂ ദ വേ യു ടോക്ക്, ദ വേ യു ബിഹേവ്, ഇറ്റ് ഇസ് യുവർ എൻറ്റയർ പേഴ്സണാലിറ്റി അല്ലേ? അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ പേഴ്സണാലിറ്റിയിലും വേണം. അതിന് ആദ്യം വേണ്ടത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം അവർ മൈൻഡ് ഇല്ലേ? നമ്മളുടെ കാഴ്ചപ്പാടുകൾ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. There should be a positive, you perceive things not as what they are but as what you are എന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മള് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ anything around you in this world, whatever you see, you will see a positivity in that. അപ്പം I try to inculcate that kind of positivity in all my clients. അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന എല്ലാവരിലും അങ്ങനെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് ആണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ജിയോഫി. എനിക്ക് തോന്നുന്നു കുറെ പേര് ചോദിച്ച ഈ ഒരു ഇമേജ് കൺസൾട്ടന്റിന്റെ വളരെ സിമ്പിൾ ആയിട്ട് യു സെഡ് ലൈക്ക് വാട്ട് ഇസ് ഇറ്റ്, ഒരാളുടെ ഇമേജിനെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാണ്. വുഡ് യു ലൈക്ക് ടു ജസ്റ്റ് ഷെയർ വൺ എക്സാമ്പിൾ ഓഫ് ദാറ്റ്? മേ ബി ഇറ്റ് വുഡ് ബി മച്ച് മോർ ഈസി ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. എന്നോട് സംസാരിക്കുമ്പോൾ 2-3 ആൾക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ അന്നും എന്നോട് പേരുകളല്ല പറഞ്ഞത്, ബട്ട് യു ആക്ച്വലി ഷെയർഡ് ഇറ്റ്. സോ ഒന്ന് ചെറുതാക്കിയിട്ട് can you just quickly give an example so that it's quite clear, and if in case someone is really interested, they can also actually step into the new career of image consultant. Yeah, sure, why not? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. ഇപ്പൊ ഞാനൊരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, എന്റെ ഒരു ഡോക്ടർ ക്ലയന്റ് ഉണ്ടായിരുന്നു. ആ കുട്ടി ഭയങ്കര ഇൻട്രോവേർട്ട്, ഷി വാസ് വെരി ഗുഡ് അറ്റ് സ്റ്റഡീസ്, പക്ഷെ ഷീ സംഹൗ ബിലീവ്ഡ് ദാറ്റ് ഷീ ഡസന്റ് ലുക്ക് ഗുഡ്, അല്ലെങ്കിൽ ഞാൻ അത്ര അട്രാക്റ്റീവ് അല്ല എന്നുള്ളൊരു വിശ്വാസം പുള്ളിക്കാരത്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. വീട്ടിൽ പോലും പാരന്റ്സിനോടോ സിബ്ലിങ്സിനോടോ ഒന്നും അധികം സംസാരിക്കത്തില്ല. ഷി വാസ് ഭയങ്കര പുള്ളിക്കാരത്തിന്റെ സിസ്റ്റർ ഇൻ ലോ ഒരു ഫേമസ് ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ആ കുട്ടിയോട് ഭയങ്കര അഡ്മിറേഷൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു ചെറിയ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലയാളി മൈൻഡ് സെറ്റ് അവിടെ വരും. അപ്പൊ അതൊക്കെ വേണോ, അത്രയൊക്കെ വേണോ എന്നാൽ അത് കൊള്ളാം, അത് പുള്ളിക്കാരത്തിക്ക് അത് ചേരുന്നുണ്ട് എന്നുള്ളത് ഉള്ളിന്റെ ഉള്ളിലുണ്ട്. സംസാരിച്ച് വന്നപ്പോ അത് മനസ്സിലായി. അപ്പൊ ഷീ അഡ്മയർസ് ഹർ സിസ്റ്റർ ഇൻ ലോ, അറ്റ് ദ സെയിം ടൈം ഷീ കനോട്ട് ഓപ്പൺലി ആക്സെപ്റ്റ്. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു സെക്കൻഡ് സിറ്റിംഗിൽ തന്നെ ചെറിയൊരു ഹെയർ സ്റ്റൈലിൽ ചേഞ്ച് വന്ന്, ലൈറ്റ് ആയിട്ടൊന്ന് മേക്കപ്പ്, ഒരു ഫേഷ്യൽ പോലും ചെയ്തിട്ടില്ല ഞാൻ. ആ കുട്ടിക്കൊന്നും വലിയ കറക്ഷൻ ലൈക്ക് കോസ്മെറ്റിക് സർജറിയോ അല്ലെങ്കിൽ കോസ്മെറ്റോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുള്ള കറക്ഷൻസ് ഒന്നും വേണ്ടിയിരുന്നില്ല. അപ്പം അതിന് ജസ്റ്റ് ഒരു ഹെയർ സ്റ്റൈൽ, അതിന് സൂട്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത്, അത്യാവശ്യം അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സലൂണിൽ കൊണ്ടുപോയിട്ട് ഫേഷ്യൽസ് ഒക്കെ ചെയ്യിപ്പിച്ചു. ഈവൻ അതിനൊക്കെ മുമ്പ് പോലും ലൈറ്റ് ആയിട്ടൊന്ന് ഞാനൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തു. യു ക്യാൻ ലുക്ക് ദിസ് ഗുഡ് എന്നുള്ളത് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷീ ലുക്ക്ഡ് അറ്റ് ഹെർസെൽഫ് ഇൻ ദ മിറർ ആൻഡ് ദ ഫസ്റ്റ് തിങ് ഷീ ടോൾഡ് മീ വാസ്, ഞാൻ ഇങ്ങനെയൊക്കെ, പക്ഷെ ഷീ വാസ് 32 അറ്റ് ദാറ്റ് ടൈം. അപ്പൊ പുള്ളിക്കാരത്തിന്റെ ഒരു റിയാക്ഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ എനിക്ക് മുമ്പേ കല്യാണം ആയേനെ. ഷീ വാസ് നോട്ട് മാരീഡ്. അപ്പൊ അതുവരെ കല്യാണം ആയിരുന്നില്ല. അപ്പം അത് കല്യാണം ആലോചിക്കുന്ന സമയത്താണ് കുട്ടിയുടെ ബ്രദറും സിസ്റ്റർ ഇൻ ലോയും കൂടെ എന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോ ദിസ് വാസ് എ ഫസ്റ്റ് റിയാക്ഷൻ. അപ്പൊ തന്നെ എനിക്കും അതെന്റെ ഫസ്റ്റ് ക്ലയന്റ് എന്ന് പറയാം. വൺ ഓഫ് മൈ ഫസ്റ്റ് ക്ലയന്റ്സ് ആയിരുന്നു അത്. അപ്പോ എനിക്കും അത് ഒത്തിരി ഒരു മോട്ടിവേഷൻ ആയിരുന്നു when I heard something like that from her. പിന്നെ വി വെന്റ് അഹെഡ്, കംപ്ലീറ്റ് ഇത് ഞങ്ങളുടെ മേക്ക് ഓവർ കഴിഞ്ഞ് ഒരു വിത്തിൻ എ മന്ത് പുള്ളിക്കാരത്തിന്റെ കല്യാണവും കഴിഞ്ഞു. അപ്പം അത് മാത്രമല്ല, ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിരുന്നു. I was somehow able, she was actually a beautiful girl. പക്ഷെ ആ ഒരു നമ്മള് ഒരു സ്കൾപ്ചർ എങ്ങനെയാ ചെയ്ത, ആ ഒരു എക്സ്ട്രാ ഉള്ള റോക്ക് മുഴുവനും പൊട്ടിച്ച് കളയുമ്പോഴാണല്ലോ ഒരു ബ്യൂട്ടിഫുൾ ഇത് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ദാറ്റ് വാസ് മൈ പാർട്ട്, മൈ റോൾ അവിടെ. പുള്ളിക്കാരത്തി ആക്ച്വലി ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പുള്ളിക്കാരത്തിക്ക് അറിയത്തില്ലായിരുന്നു. ഐ ജസ്റ്റ് ഹെൽപ്ഡ് അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോഴേക്കും ഭയങ്കര ട്രെമൻഡസ് ചേഞ്ച് ഇൻ ഹർ confidence level, in her attitude and everything. When she went back to the hospital where she was working, അവിടെ തിരിച്ച്
കൊളീഗ്സിനെ വെഡിങ്ങിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോയപ്പോ her brother was telling me, he called me up and he told me, Geophy, I can't thank you enough because ഞാൻ കണ്ടിരിക്കുന്ന എന്റെ സിസ്റ്ററെ അല്ല, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ആളുകളോട് സംസാരിക്കാനും ഇടപെടാനും തോന്നി. അതുപോലെ തന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു എഞ്ചിനീയർ കുട്ടി. ഷീ ഹാഡ് ഒരു ഷീ ഹാഡ് ഭയങ്കര കോംപ്ലക്സ് അബൌട്ട്, പുള്ളിക്കാരത്തെ ചിരിക്കുമ്പോ അപ്പർ ലിപ്പിനകത്തുനിന്ന് ഒരു സ്കിൻ ഇങ്ങനെ ഇച്ചിരി ടിഷ്യൂ ഇറങ്ങി വരും, സ്കിൻ ഇറങ്ങി വരും. യൂസ് ടു ലുക്ക് ലൈക്ക് എ ഗമ്മി സ്മൈൽ, ഗമ്മ് വന്നിരിക്കുന്ന പോലെ. പുള്ളിക്കാരത്തെ ഇച്ചിരി ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആണ്, ഡസ്കി കോംപ്ലക്ഷൻ ആയിരുന്നു. അപ്പം ഇത് മാത്രം ഇങ്ങനെ പിങ്ക് കളറിലിരിക്കുന്ന പുള്ളിക്കാരത്തേക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ കൈപിടിച്ചിട്ടാ സംസാരിക്കുക. അപ്പൊ ദ ഫസ്റ്റ് തിങ് ഐ ടോൾഡ് ഹർ വാസ് അങ്ങനെ കൈപിടിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് വാട്ട് ഏറ്റവും കൂടുതൽ ആ കുട്ടീനെ അലട്ടുന്ന ഒരു കാര്യം ഇതാണ്. അപ്പൊ അത് അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഐ ടുക്ക് ഫോർ എ കോസ്മെറ്റിക് സർജറി, ഒരു ചെറിയ കോസ്മെറ്റിക് സർജറി, ഒരു 2 weeks എടുത്തു അതൊന്ന് ഹീൽ ആവാൻ. അതൊന്ന് മാറി കഴിഞ്ഞപ്പോ തന്നെ ഷീ സ്റ്റാർട്ടഡ് സ്മൈലിംഗ്, ഓപ്പൺ ആയിട്ട് സ്മൈൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു കോൺഫിഡൻസ് ആയി, എന്റെ മേത്ത് ഒരു കോൺഫിഡൻസ് ആയി. ഷീ സ്റ്റാർട്ടഡ് ഫൈൻഡിങ് ദ കോൺഫിഡൻസ് ഇൻ മീ ദാറ്റ് ഷീ വാസ് വില്ലിംഗ് ടു ഡു വാട്ട് എവർ ഐ സേ. അങ്ങനെ പിന്നെ നമ്മള് ഗ്രാജുവലി ഓരോന്ന് ചെയ്തു വന്ന് അതും ഈ പറഞ്ഞ പോലെ ഒരു ട്രെമൻഡസ് മേക്ക് ഓവർ ആയിരുന്നു. ഷീ ഫെൽറ്റ് മോർ കോൺഫിഡന്റ്. പിന്നെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ മാറി. ഇൻഫാക്ട് ഷീ ഹാഡ് ടോൾഡ് മീ, 6 വർഷമായിട്ട് ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നു, ഒരാൾ എന്നോട് സമയം ചോദിച്ചാൽ പോലും ഞാൻ പറയത്തില്ലായിരുന്നു. ഷീ ഡിഡ് നോട്ട് ഫീൽ കംഫർട്ടബിൾ ടു ടോക്ക് ടു പീപ്പിൾ, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാനോ ഒക്കെ. ആ ഒരു കോൺഫിഡൻസ് പുള്ളിക്കാരത്തേക്ക് ഇല്ല. നമ്മുടെ ചില കോംപ്ലക്സസ് ആണ് നമ്മളെ പുൾ ബാക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോംപ്ലക്സ് അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോ ഓക്കെ, ഐ ക്യാൻ ഓൾസോ ലുക്ക് ഗുഡ്, ഐ ഓൾസോ ലുക്ക് ഗുഡ് നൗ എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നപ്പോ, വെൻ യു സ്റ്റാർട്ട് ഫീലിംഗ് ഗുഡ്, നമുക്ക് ആ ഒരു അത് റേഡിയേറ്റ് ചെയ്യുമല്ലോ മറ്റുള്ളവരിലേക്കും. അപ്പം ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട്, ചിലർക്ക് ഒരു സ്മൈൽ കറക്ഷൻ ഗ്യാപ്പ് ഉണ്ടാവും, പല്ല് ചിരിക്കുമ്പോ ഗ്യാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു പല്ലായിരിക്കും, ഇതുപോലെ ഗമ്മി സ്മൈൽ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഏറ്റവും കൂടുതൽ ബോദർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസം വരും അവരുടെ കോൺഫിഡൻസ് ലെവലിൽ. when their confidence improve, that reflects in their personality also. അവർക്ക് മറ്റുള്ളവരോടുള്ള കാഴ്ചപ്പാടിലും കൂടി ആ ഒരു ചേഞ്ച് വരും. That is how the entire transformation takes place. One by one ഡ്രസ്സിംഗ് ഉണ്ടാവും, ഹെയർ സ്റ്റൈൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും. And I teach them how to walk, how to carry themselves, എങ്ങനെ നിൽക്കണം, പോസ്ചർ എങ്ങനെ വേണം, ജസ്റ്റേഴ്സ് എങ്ങനെ വേണം, ബോഡി ലാംഗ്വേജ് എങ്ങനെ വേണം. നമുക്ക് ബോഡി ലാംഗ്വേജിലൊക്കെ എസ്പെഷ്യലി വെൻ യു ആർ ഇന്ററാക്ടിങ് വിത്ത് ദി ഓപ്പോസിറ്റ് സെക്സ്. ഇപ്പം ഞാൻ ഫിലിം സ്കൂൾസിലൊക്കെ ഞാൻ ക്ലാസ്സസ് എടുക്കാൻ പോകും, വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട്. അപ്പം what I tell them, അങ്ങനെയുള്ള ഫീൽഡിൽ നമുക്ക് ഒത്തിരി ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വേണ്ടി വരും. അപ്പം യു ഷുഡ് നോ there's a thin line ഇല്ലേ, നമ്മള് ഓവറായി പോകരുത്, വൾഗറായി പോകരുത്, ആ ഒരു സജസ്റ്റീവ് ആവരുത് നമ്മുടെ ബോഡി ലാംഗ്വേജ്. അറ്റ് ദ സെയിം ടൈം യു ഷുഡ് റേഡിയേറ്റ് കോൺഫിഡൻസ്. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം. അവരോട് അയ്യോ അവര് ആണുങ്ങളാണ് ഞാൻ പെണ്ണാണ് എന്നുള്ളൊരു ഭയങ്കര ഒതുങ്ങി പോവാനും പാടില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ഓക്കെ ഇവരുടെ അടുത്ത് എന്തും ആകാം എന്നൊരു തോന്നലും ആൾക്കാർക്ക് കൊടുക്കരുത്. അപ്പൊ ആ ഒരു തിൻ ലൈൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജിലും നമ്മുടെ നോട്ടത്തിലും ഇരിപ്പിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ, ആൻഡ് ഹൗ യു കെൻ ലുക്ക് മോർ അട്രാക്റ്റീവ്, ഹൗ കെൻ യു ബി മോർ അട്രാക്റ്റീവ് ഇൻ യുവർ പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ ട്രെയിൻ പീപ്പിൾ ടു ബിക്കം. അപ്പം അതിന് ആദ്യം ഞാൻ അങ്ങനെ ആയിരിക്കണമല്ലോ. എനിക്ക് തോന്നുന്നു ജിയോഫി ഇത് കഴിയുമ്പോ ഉടനെ തന്നെ ഫുൾ മിക്കവാറും ഈ Q&A സെഷൻ പോലെ മിക്കവാറും മെസ്സേജസിൽ ബഹളമായിരിക്കും. ഓക്കെ മാം ഇത് ഇങ്ങനെയായിരിക്കും, മാം ഇത് ഇങ്ങനെയായിരിക്കും, ഇത് ഇങ്ങനെയായിരിക്കും. അപ്പൊ തന്നെ നമ്മൾ പറയുന്നതാണ്, പ്ലീസ് ഇവിടെ ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടിങ് നടക്കുന്നില്ല. അതുകൊണ്ട് if you are in Cochin, you are really lucky. You can just straight away go and talk to her personally about this. If you are not in Cochin at all, bad luck. But still, as online platforms are there, she is always there to help you out. Yes. I hope that you got an idea about. Yeah, I believe that the audience got an idea about what actually is an image consultant. അല്ലെങ്കിൽ image consulting എന്ന് പറയുമ്പോൾ എന്താന്നുള്ളത്, not sure whether it is a new word for everyone, but at least 1 or 2 people like me, when I heard it for the first time, it was something new which I've heard about as a career. That too, for women to go on with this career is one of the best thing, I guess.
അത് കൂടാതെ ജിയോഫി എനിക്ക് തോന്നുന്നു ഞാൻ പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലേഡി ഹു സ്റ്റാർട്ടഡ് എ കരിയർ അറ്റ് ദ ഏജ് ഓഫ് 40 ബിക്കോസ് നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ആൾക്കാർ ഒരു കല്യാണം കഴിയുമ്പോൾ തന്നെ കുറെ സ്ത്രീകൾ പറയുന്ന ഒരു കാര്യം ഇനിയിപ്പോ എന്ത് ചെയ്യാനാ മക്കളെയും കാര്യമൊക്കെ നോക്കി നിൽക്കണം ആൻഡ് വൺസ് യു ആർ ഇൻ ടു യുവർ ഏജ് ഓഫ് 40s or above that people say like ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല but you took the challenge to actually start your career at your age of 40 and I'm sure that you had a lot of challenges to face പലതും നോക്കേണ്ടി വന്നിട്ടുണ്ടാവും പല കാര്യങ്ങളും ചെയ്യണ്ടാവും and as I always say women are multitaskers എന്ന് പറയുന്ന പോലെ you have to do a lot of multitasking to manage your 3 kids your in-laws your husband എല്ലാം അതിനുശേഷം you go and work along with that but ultimately it gives you a lot of happiness അപ്പം what would you actually suggest the people those who are at the age of this or someone who feels like okay age is a barrier for me to start my career അങ്ങനെയുള്ള ഒരു ആൾക്കാരോട് what would your suggestion be on most of the Malayalis might have watched the movie Manju Warrier's strong comeback movie കണ്ടിട്ടുണ്ടാവും അപ്പോ age is just a number എന്ന് പറഞ്ഞ പോലെ at any age ipo especially whatever you're passionate about you can make a career out of it അപ്പൊ ഇത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നന്നായിട്ട് ഒരുങ്ങി നടക്കാനും നന്നായിട്ട് സ്റ്റൈലായിട്ട് നടക്കാനും അതൊക്കെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം ഐ ഹാവ് മെയ്ഡ് എ കരിയർ ഔട്ട് ഓഫ് ദാറ്റ് അപ്പം എന്തിൽ നിന്നും പാട്ട് പാടാനാണോ അല്ലെങ്കിൽ പടം വരയ്ക്കാനാണോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനാണോ എനിത്തിങ് യു പാഷനറ്റ് അബൌട്ട് യു ക്യാൻ മേക്ക് എ കരിയർ ഔട്ട് ഓഫ് ഇറ്റ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് എസ്പെഷ്യലി ഈ പോസ്റ്റ് കോവിഡ് ഒത്തിരി പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൺലൈനും ഒക്കെ ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പൊ ദ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇറ്റ് ഗിവ്സ് യു അത് തന്നെ നമ്മളെ ഒത്തിരിയും എനർജറ്റിക് ആക്കും പോസിറ്റീവ് ആക്കും ആൻഡ് സി ഇഫ് ഐ ക്യാൻ സ്റ്റാർട്ട് ഒരു ഗ്ലാമർ ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ അറ്റ് ദി ഏജ് ഓഫ് ഐ എം 44 നൗ അറ്റ് ദി ഏജ് ഓഫ് 40 ഇഫ് ഐ ക്യാൻ സ്റ്റെപ്പ് ഇൻ ടു ദാറ്റ് വേൾഡ് ഞാൻ ബ്യൂട്ടി പേജൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ മോഡൽസിനെയും അല്ലെങ്കിൽ സെലിബ്രിറ്റി ക്ലയൻസിനെയും ഹാൻഡിൽ ചെയ്യുന്നു അപ്പൊ അവിടെ എനിക്ക് ഈ ഏജിൽ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് അവിടെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിബഡി ക്യാൻ ഞാൻ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ മൈ 50s അപ്പോ ഇതിൽ കൂടുതൽ എന്തായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഐ സ്റ്റാർട്ടഡ് അറ്റ് ദ റൈറ്റ് ടൈം ബിക്കോസ് ഒരു പക്ഷേ ഒരു 20s 30s ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ഒരു വൾണറബിൾ ഏജ് ആണ് നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പം ശരിയാണ് എനിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഫാമിലിയിൽ ഇൻലോസ് ഒക്കെ കുറച്ച് ഏജിങ് ആണ് അങ്ങനെയുള്ള മമ്മിയും പപ്പയൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ പോയാലും ദേ കുഡ് മാനേജ് പക്ഷെ ഇപ്പം അവർക്ക് എന്റെ കുറച്ചും കൂടെ ഹെൽപ്പ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് എന്റെ കുട്ടികൾ പല പല സ്റ്റേജിലാണ് എൽഡസ്റ്റ് വൺ ഇസ് 20 years old സെക്കൻഡ് വൺ ഇസ് 13 and യങ്ങസ്റ്റ് ഇസ് ജസ്റ്റ് ഗോയിങ് ടു ബി 9 ആ ഒരു പല പല സ്റ്റേജസിൽ നിൽക്കുമ്പോൾ അവർക്ക് എന്റെ ഒത്തിരി ഹെൽപ്പും സമയവും ആവശ്യമുള്ള ഇതാണ് അപ്പൊ എന്റെ പാരന്റ്സ് ഒക്കെ എപ്പോഴും പറയുകയും ചെയ്യും അത് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി യുവർ ഫാമിലി യുവർ കിഡ്സ് അവരുടെ കാര്യം വിട്ടിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയും ഈ പറഞ്ഞ പോലെ ജഗ്ലിംഗ് ബിറ്റ്വീൻ ലോട്ട് ഓഫ് തിങ്സ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് എന്നെ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്കുന്നുണ്ട് ഐ എം ഏബിൾ ടു പുഷ് വെൻ ഐ എം ഫോഴ്സ്ഡ് ടു പുഷ് മൈ ലിമിറ്റ്സ് അത് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കരമാണ് എസ്പെഷ്യലി ഐ ഫീൽ ദറ്റ് ഇഫ് ഐ ഹാവ് എ ക്ലാസ് ടുമോറോ മോർണിംഗ് ഞാൻ ഒരു സ്ഥലത്ത് സമയത്ത് എത്താത്ത ആളാ പക്ഷെ വെൻ ഐ നോ ദറ്റ് ഐ ഹാവ് എ ക്ലാസ് അറ്റ് 9 o'clock ടുമോറോ മോർണിംഗ് ഐ ഡോണ്ട് മൈൻഡ് വേക്കിംഗ് അപ്പ് അറ്റ് 4 in the morning and finishing all my work and then getting ready and going for work to be there on time അപ്പൊ then that proves that I can do it അല്ലേ അപ്പൊ അത് തരുന്ന ഓക്കെ ഐ എം ഏബിൾ ടു ഡു ഇറ്റ് എന്നുള്ള ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് തരുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു കാര്യം ആൻഡ് സെക്കൻഡ് തിങ് നേരത്തെ പറഞ്ഞ പോലെ 20s 30s ഉള്ള ഒരു വുമൻ പ്രൊഫഷണലിനെ എടുക്കുന്നതിനെക്കാട്ടും സീരിയസ് ആയിട്ട് ഒരു 40s ഒരു വുമൻ പ്രൊഫഷണലിനെ ആൾക്കാർ കാണും ആൻഡ് വൾണറബിലിറ്റിയും കുറച്ച് കുറവാണ് നമ്മുടെ ആൾക്കാർക്ക് നമ്മളോടുള്ള ഒരു അപ്രോച്ചും കുറച്ചും കൂടി റെസ്പെക്ട്ഫുൾ ആണ് ചുമ്മാ പഞ്ചാര അടിക്കാനൊന്നും വരത്തില്ല അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് ഇതിന് ആൻഡ് ഐ പ്രൗഡ്ലി സേ ദറ്റ് ഐ അനൗൺസ് ദറ്റ് ഐ എം 44 ബിക്കോസ് അത് എനിക്ക് ഓക്കെ ഇറ്റ് ക്യാൻ ബി an inspiration to many when I say that when I നമ്മൾ ഇന്ററാക്ട് വിത്ത് മോഡൽസ് ഓർ യങ്ങർ ഗേൾസ് അപ്പൊ അവരോട് നമ്മൾ പറയുന്ന അറ്റ് ദിസ് ഏജ് ഐ എം ഡൂയിങ് ദിസ് എന്ന് കാണുന്നത് അവർക്കും അതൊരു മോട്ടിവേഷൻ ആവുമെന്നുണ്ടെങ്കിൽ വൈ നോട്ട് അപ്പം ദാറ്റ് ഇസ് വൺ തിങ് ഐ ഹാവ് ടു എനിക്ക് എപ്പോഴും ഐ എം പ്രൗഡ് അബൌട്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആ ഒരു ഏജ് എന്നുള്ള പറയുന്ന ഫാക്ടർ ഡിഡ് നോട്ട് സ്റ്റോപ്പ് മീ അതിന് എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ള എന്റെ ഹസ്ബൻഡിനോടാണ്
ആൻഡ് മൈ പാരന്റ്സ് ആണ് എനിക്ക് ഈ ഒരു ഇങ്ങനെ ഒരു വഴി തന്നത്. ലൈക്ക് യുനോ ദേ സെന്റ് മീ. അപ്പൊ നിഫ്റ്റിനെ കുറിച്ചൊന്നും ആരും കേട്ടിട്ടില്ലാത്ത കാലമാണ് 1995 എന്ന് പറയുമ്പം ഫാഷൻ ഡിസൈനിങ്ങിന് ഞാൻ പോയപ്പോ തന്നെ ആൾക്കാർക്ക് എന്താണ് ഇത്, യുനോ ഇസ് ഇറ്റ് മോഡലിംഗ് ആണോ, ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആണോ, എന്താ എന്നുള്ളത് പോലും അറിയത്തില്ലായിരുന്നു ആളുകൾക്ക്. ഫാഷൻ ഡിസൈനിങ് ദേ നോട്ട് ഈവൻ ഹേർഡ് ഓഫ്. അപ്പം ആ ഒരു സമയത്ത് എന്നെ ഇതിന് വിടാനായിട്ടുള്ള ധൈര്യം കാണിച്ച പാരന്റ്സിനും, അതുപോലെ തന്നെ യുനോ ഈ ഒരു ഏജിൽ ഞാൻ ഐ നീഡ് ടു ഡു സംതിങ് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ സ്വന്തമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്ത ഹസ്ബൻഡും ആൻഡ് എവറിബഡി, ദി എൻറ്റയർ ഫാമിലി, മൈ പാരന്റ്സ് ആവട്ടെ, മൈ ഇൻലോസ് ആവട്ടെ, ഒക്കെ എവറി വൺ വാസ് സോ സപ്പോർട്ടീവ് ആൻഡ് യുനോ ദേ പ്രൗഡ് ദാറ്റ് ഐ എം ഡൂയിങ് ദിസ്. ഒത്തിരി അവരും ഹാപ്പിയാണ്. ഐ എം ഓൾസോ ഹാപ്പി ദാറ്റ് യുനോ ദേ ആർ സപ്പോർട്ടിങ് മീ. ജിയോഫി, എനിക്ക് തോന്നുന്നു ഞാൻ സ്വതവേ ലാസ്റ്റ് ആകുമ്പോഴാണ് എന്റെ ഗസ്റ്റിനോട് ചോദിക്കുക വാട്ട് ഇസ് എ മെസ്സേജ് ഫ്രം യുവർ സൈഡ്. പക്ഷേ ഐ തിങ്ക് വാട്ട് എവർ യു സേയിങ് റൈറ്റ് നൗ ഇൻഡയറക്ട്ലി ഗിവ്സ് ലോട്ട് ഓഫ് മെസ്സേജസ്. ഐ ടെൽ ദിസ് ടു ഓൾ മൈ ഗസ്റ്റ്. കാരണം വരുന്ന എല്ലാ ഗസ്റ്റുകളും പറയുന്ന മിക്കവാറും കാര്യങ്ങളും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇറ്റ് ആക്ച്വലി ഗിവ്സ് എ മെസ്സേജ് ടു ലോട്ട് ഓഫ് പീപ്പിൾ അറൌണ്ട്. സോ വൺ വിച്ച് ഐ ലവ് ദ മോസ്റ്റ് വാസ് ദാറ്റ് യു വർ ഡൂയിങ് എവറിഥിങ് ടുഗെദർ അല്ലെ. ഈ പറയുന്ന പോലെ യു വാണ്ടഡ് ടു ഡു വാട്ട് യു റിയലി ലവ് ടു ഡു. പക്ഷേ ഓൺ ദി അതർ സൈഡ് യു വർ ഗിവിംഗ് പ്രയോറിറ്റി ഫോർ യുവർ ഫാമിലി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ this is the best message I would say. When you're doing something with lot of passion, even whatever things that comes on your way doesn't matter at all. അതായത് എക്സാമ്പിൾ പറഞ്ഞ പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടെങ്കിലും രാവിലെ 4 മണിക്ക് എണീറ്റ് ബാക്കി എല്ലാം ചെയ്യാന്ന് പറയുമ്പോഴും ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു സെഷൻ എടുത്ത് വരുന്നപ്പോ, that is something which actually keeps on, make you keep on moving with lot of things and keep you motivated എന്നുള്ളത് ഒന്ന്. രണ്ട്, I also love this part when you said that the moment when you decided to start your career at 40, your husband actually supported. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല, പലരും പറയുന്ന കേട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞോടെ കരിയർ ഒക്കെ ക്ലോസ് ആയി ആരും സമ്മതിക്കില്ല. But that is again a positive note that it's not like every time marriages are into a negative side, because there are a lot of positive things which happen. നമ്മുടെ ഇതിലേക്ക് വന്ന ഒരുപാട് ഗസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അവരുടെ കരിയർ ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തതും അവർക്ക് അങ്ങനെ ഒരു പുഷ് ബാക്ക് ഉള്ളതുകൊണ്ടാണ് ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നുള്ളത്. സോ ദാറ്റ് ഈസ് അഗൈൻ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് which you have conveyed and indirectly says that yeah, lot of things can happen if you really want to do it എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു. ജിയോഫി, when you say all these things, it indirectly gives a message a lot എന്നുള്ള കാര്യത്തില്. എന്താ ഞാൻ പറയേണ്ടത്, ഐ ഡോണ്ട് നോ, ബിക്കോസ് there are a lot of things which you have shared and I feel so happy that I have met you. പക്ഷെ എനിക്ക് തോന്നിയത് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കേണ്ടിയിരുന്നു, what was my first impression when I called you, because it was a mess when I gave you a call. You were still looking so gorgeous at that time. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു കോൺവെർസേഷന് ശേഷം I have to give a call and say what was my impression about you എന്തായാലും ചോദിക്കേണ്ടി വരുമായിരിക്കും. But still it feels so happy and I should thank you for joining here. But as a routine question or something which I ask to all my guests before we wind up the show, what is the message from your side? Even though you have said a lot of things, engilum what is that one simple message that you would love to share with everyone out there who is watching you or who would be watching this show later on? What I have to say, നമ്മളുടെ മലയാളി വിമനോട് എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത്, മെൻ ഓ വിമൻ, യുനോ നമ്മൾക്ക് ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഏജ് ലിമിറ്റ്. നമുക്ക് എപ്പോ വേണമെങ്കിൽ അത് ചെയ്യാം. ഐ ഹാവ് മെറ്റ് എന്റെ മക്കൾ രണ്ടുപേരും മോഡലിംഗ് ഒക്കെ ചെയ്യാം, ലൈക്ക് ആഡ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആഡ് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ റീസെന്റ് ഓൾസോ ഐ മെറ്റ് 60+ മോഡൽസ്, above 60 years ഉള്ള മോഡൽസിനെ. they've maintained themselves so well. അവർക്ക് ആൻഡ് ഞാൻ ഇവിടെ ഒരു നിയോ ഫിലിം സ്കൂളിൽ ഐ എം എ വിസിറ്റിംഗ് ഫാക്കൽറ്റി there. when I went there, അവരുടെ പ്രീവിയസ് ബാച്ചിൽ, ഇതിന് മുമ്പത്തെ ബാച്ചിൽ, they had a 62-year-old lady. She was a banker. She got retired from her job and everything, and now പിള്ളേരെയൊക്കെ സെറ്റിൽ ചെയ്ത് ഗ്രാൻഡ് ചിൽഡ്രൻ ഒക്കെ ആയി കഴിഞ്ഞ് അവരെയൊക്കെ വളർത്തി വിട്ടതിന് ശേഷം she has joined an acting course. എത്ര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? അത് എത്ര ഇപ്പോഴത്തെ ബാച്ചിലും ഉണ്ട്. ഞാൻ ലാസ്റ്റ് വീക്ക് ഓൾസോ when I went there, there is a senior citizen in that batch. അപ്പൊ everybody calls him papa or daddy or all that. പക്ഷെ അത് അവരുടെ ആ ഒരു പാഷൻ അവര് ഫോളോ ചെയ്യാനായിട്ട് ഏജ് ഇസ് നോട്ട് എ ലിമിറ്റ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ദിസ് ഇസ് വൺ തിങ് വിച്ച് ഐ ഹാവ് ടു ടെൽ എവ്രി വൺ. whatever your passion may be, നമുക്ക് ചിലപ്പം ചെറുപ്പപ്രായത്തില് നമുക്ക് കുട്ടികൾ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു 9 years ബ്രേക്ക് എന്റെ കരിയറിൽ വന്നത്. ഐ ഹാഡ് 2 babies in between. എന്റെ രണ്ടാമത്തെ മോൻ ഉണ്ടാവുന്ന സമയത്താണ് ഒരു ബ്രേക്ക് വന്നത്. പിന്നെ ഒരു മോളും കൂടെ ഉണ്ടായി. അപ്പൊ അവരെ വളർത്തി ഒന്ന് വലുതാക്കുക എന്നുള്ളത് എന്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 9 years I was at home. പക്ഷെ അത് കഴിഞ്ഞിട്ട് when I started, it was like
ഞാൻ ഇന്നലെ ലീവ് ചെയ്തതുപോലെ, അതായത് ഒരു വർക്കിംഗ് ലൈഫ് ഞാൻ ഇന്നലെ ആസ് ഇഫ് ഐ ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ് ഇറ്റ് ദ ഡേ ബിഫോർ, അതുപോലെ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് പിക്കപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. ഡെഫിനറ്റ്ലി ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ് അതില്. പക്ഷെ എങ്കിലും കുട്ടികളുടെ സപ്പോർട്ടും അല്ലെ, അവരും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. പക്ഷെ എങ്കിലും നമ്മൾ അത് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോബഡി, ആരും അതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കത്തില്ല. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടിന്റെ കാര്യം. പക്ഷെ സി ദർ വാസ് എ ടൈം വെൻ ഹി യൂസ് ടു തിങ്ക്, ഞാൻ അബുദാബി എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഇനീഷ്യലി പുള്ളിക്കാരന് അയ്യോ അത് വേണോ, അവള് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ പുള്ളിയുടെ മൈൻഡിലും ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ടുക്ക് ജസ്റ്റ് കപ്പിൾ ഓഫ് ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മാക്സിമം എടുത്തു. ഐ തിങ്ക് ഹി വാസ് ദ വൺ ഹു വാസ് മോർ പ്രൗഡ് ആൻഡ് ഹാപ്പി അബൌട്ട് മൈ ജോബ് ദാൻ മീ. ഞാനത് ലീവ് ചെയ്യാൻ നേരത്തെ എന്നെക്കാട്ടും സങ്കടമായിരുന്നു പുള്ളിക്ക്. നീ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരു ജോബ് അല്ലേ, ആർ യു ഫീലിംഗ് സാഡ് ദാറ്റ് യു ഹാവ് ടു ലീവ് ഇറ്റ് എന്നുള്ളത് പുള്ളിക്കാരനായിരുന്നു എന്നെക്കാട്ടിലും കൺസേൺ. അപ്പം ആരൊക്കെ ഇതിന് അയ്യോ വേണോ എന്ന് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം, ഒരു ഞാൻ പല പെൺകുട്ടികളോട് എപ്പോഴും പറയും, if you intend to be a career woman, be set in your career even before your marriage, so that they accept you, your husband and your new family accept you as a career woman. അപ്പൊ പിന്നെ there's no looking back. അതല്ലാതെ കണ്ട് ഒരു ഹോം മേക്കർ ആയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് after a certain point of time, if you say that you want to work, അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇറ്റ് is still not impossible, they will accept it. അപ്പം എല്ലാവരോടും ഇപ്പം ഇഫ് പോസിബിൾ നമ്മുടെ കരിയർ നേരത്തെ തുടങ്ങുക. അതല്ല എന്നുണ്ടെങ്കിൽ there is no time limit. അവർ എപ്പോ വേണമെങ്കിലും പാഷൻ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ, കരിയർ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. No age is too much, even after 60 you can start your career. That is one message I have to give to everyone. And Geophy, എനിക്ക് തോന്നുന്നു ഈ 60 ഇയേഴ്സിലെ 62 ഇയേഴ്സിലെ ആൾക്കാർ അവിടെ ആക്ടിംഗ് സ്കൂളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഐ തിങ്ക് ദാറ്റ് അവർക്ക് വേണ്ട അല്ലെങ്കിൽ വാട്ട് ദേ വേർ ആക്ച്വലി പാഷനേറ്റ് അബൌട്ട്, ദേ ആക്ച്വലി കെപ്റ്റ് ഇറ്റ് അസൈഡ് ഫോർ ദി എൻറ്റയർ ഫാമിലി ആൻഡ് എവറിത്തിങ്. എല്ലാം ചെയ്തു. ദിസ് ഇസ് എ ടൈം വെൻ ദേ റിയലൈസ് ദാറ്റ് ഇത് ഇനി ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു ഫീൽ വരും. Maybe that is the reason they have come up with, and maybe that is the best time which they are having right now. ഇത്രയും കാലം ചെയ്യാത്തൊരു കാര്യം ഈ ഒരു സമയത്ത് ചെയ്യാൻ ഒത്തിരി ഹാപ്പിനെസ് അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കാലം കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നമ്മളുടെ സന്തോഷം കൂടെ നമ്മൾ നോക്കി എന്ന്. യെസ്, വി ഡിഡ് our duties towards our parents, towards our kids, towards our husband, everyone, towards the whole world. പക്ഷെ നമ്മളോട് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് മരണക്കടക്കെ കിടക്കുമ്പോഴേക്കും we can be satisfied that we have done something for ourselves also. അപ്പം no age is too late. You can start at any age. That is what I want to tell, especially the women. നമ്മളുടെ പെണ്ണുങ്ങളോട് പറയാനുള്ള ഒരു കാര്യം അതാണ്. You can start at any age and you will be, നമ്മൾ അത്രയും പാഷനറ്റ് ആണെങ്കിൽ, നമ്മൾ അത്രയും സിൻസിയർ ആണെന്നുണ്ടെങ്കിൽ എവറിഥിങ് വിൽ fall in place. എല്ലാം തനിയെ വന്നോളും. ഇനീഷ്യലി ഡിഫിക്കൽട്ടീസ് ഒക്കെ കാണുമായിരിക്കും, പക്ഷെ യു വിൽ ബി ഏബിൾ ടു ഓവർകം ഓൾ ദാറ്റ്. ആൻഡ് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ പോലും ഒരു പക്ഷെ ചെറിയ കുട്ടികളായിരിക്കാം തടസ്സം വരുന്നത്, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ സ്പൗസിന് ഇഷ്ടമില്ല എന്നുള്ളതായിരിക്കാം. പക്ഷെ അതെല്ലാം പോസിറ്റീവായിട്ട് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഇഫ് യു ആർ റിയലി സിൻസിയർ അബൌട്ട് ആൻഡ് പാഷനറ്റ് അബൌട്ട് വാട്ട് യു വാണ്ട് ടു ഡു. Thank you so much, Geophy. No, I have no words rather than thanking you for being a part of the show, especially on my 45th episode. I feel always proud when I bring a woman in the show and they share their story, and I myself feel inspired, like, okay, appo iniyum kore kaalam munnottekku angodu povanuണ്ട് എന്നുള്ള ഒരു തോന്നലാണ് വരുന്നത്. So, no, on behalf of the audience and on my show, thank you so much for being a part of this and sharing your journey with us. I'm definitely sure that it would be definitely an eye-opener for a lot of women out there, especially women out there, that you got to now start with all what you like to do. So I should be thanking you because എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര, I know that it is not for any material benefit which you're doing this. It is a satisfaction you get from, and then I felt that it will definitely be a motivation and inspiration to many women, many people out there. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ഇത് ever since I came to know about Evoke, I was just waiting for a chance to share it with, ഞാൻ അപ്പൊ തന്നെ പലർക്കും ഷെയർ ചെയ്തു. ആൻഡ് ഇപ്പം I have got an opportunity when I'm coming live with you.
ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ ഒരുപാട് പേർക്ക് ഈ വോക്കിന്റെ ലിങ്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു. ഇഫ് വൺ പേഴ്സൺ ഗെറ്റ്സ് ഇൻസ്പയർഡ് ലിസണിങ് ടു എനി ഓഫ് ദ സ്റ്റോറീസ് എനി ഓഫ് യുവർ ഗസ്റ്റ് ഇസ് ഷെയറിംഗ്, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നമുക്ക് ഒരാളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ great thing. I have also shared it with a lot of people, and I think what you're doing is absolutely wonderful. ഒരുപാട് പേർക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുവാണ്, അവർക്ക് അവരുടെ ജേർണിയെ കുറിച്ച് സംസാരിക്കാൻ. അത് ഇനിയും ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുകയാണ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. അത് മാത്രമേ പറയാനുള്ളൂ. So way to go. All the best way to to you go. also. And definitely. And I think I'll be waiting for you to turn to your 50s to bring you again here and say that age doesn't matter, age is just a number, and I'm still going on with grooming a lot of people and I still look gorgeous. If I am there, Beautiful Minds will definitely be there to invite you on your 50s, and we'll celebrate your birthday together with the same quote that age doesn't matter, it is just a number. Thank you. Thank you so much. I'm also looking forward to it. Exactly. And to the audience out there, thank you so much. As I always say, you've been supporting from the beginning of Beautiful Minds. Keep doing the same and join us every weekend. Next weekend, you will again have another interesting lady with me with her own story. So until and unless, right now, we only have few things to say, which is one, keep smiling and stay safe at home, and wish you all a great evening ahead. So good night from both of us. Thank you, Geophy, and thank you, audience, once again. Thank you so much, Kirthi. Bye-bye. Bye.